ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അതായത് നമ്മുടെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 ഓവർസിയർ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമുക്കറിയാം വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ഒക്കെ നമുക്ക് എക്സാംസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസിൽ, അതായത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗുകാരുടെയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാരുടെയും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. എന്നാലും സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് സംബന്ധിച്ച് പല എക്സാംസും ഇനി വരാനുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉള്ള ഓവർസിയർ ഗ്രേഡ് 3 പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ അതായത് ഇത് മുന്നേ നടന്ന ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. എത്ര അഡ്വൈസസ് പോയി, ആ ലിസ്റ്റിൻ്റെ കാലാവധി എപ്പോൾ തീരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പം നമ്മുടെ ട്രേസർ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 3 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ അതോറിറ്റി ആണ്. നമുക്കറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. തേർഡ് ഗ്രേഡ് ഓവർസിയർ ആയതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ITI ആണ്. അപ്പോൾ ITI മെക്കാനിക്കൽ അതിൻ്റെ വേരിയേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഇൻ വിച്ച് ദ ലിസ്റ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 21/4/2022 ആണ്. അതായത് നമുക്ക് 2022 വന്ന ലിസ്റ്റാണ്. 2025 4th മന്ത് വരെ നമുക്ക് ഈ ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു മുന്നേ വന്നൊരു നോട്ടിഫിക്കേഷൻ കൂടെ ഞാൻ ഇതിനോട് ക്ലബ് ചെയ്ത് പറയുവാണ്. PWD ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 2 സിവിലുകാർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ 5-ാം മാസത്തിൽ തീരുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ 2025 4th മന്തിൽ തീരേണ്ട ഒരു ലിസ്റ്റാണ് വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനോട് അടുപ്പിച്ച് ലിസ്റ്റ് തീരുന്ന പോസ്റ്റുകളിലേക്കൊക്കെ തന്നെ ഉടൻ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു ഗോൾഡൻ പോസ്റ്റ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗുകാരുടെ LSTDA തന്നെയാണ്. അപ്പം സിവിൽ എഞ്ചിനീയറിംഗുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ LSTDAയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ 21/4/2022 വന്ന ലിസ്റ്റിൽ ഇതുവരെ ആസ് ഓഫ് നൗ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 788 പേരാണ്. നമുക്കറിയാം ഒരു ലിസ്റ്റ് എന്തായാലും 1000-ന് പുറത്ത് ആൾക്കാരുള്ള ലിസ്റ്റാണിത്. അതിൽ 788 പേർക്ക് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസസ് പോയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ വർഷം തന്നെ 17/2/2024 വന്നിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഈ ലിസ്റ്റിലൊക്കെ വന്ന് ഇടം പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് ആണെങ്കിലും നമുക്ക് സെക്കൻഡ് ഗ്രേഡിൻ്റെ എക്സാം വരുന്നുണ്ട്, എയ്ഡ് എക്സാംസ് വരുന്നുണ്ട്, ഫസ്റ്റ് ഗ്രേഡ് ഇനി ഉടനെ വിളിക്കും. അപ്പോൾ ഈ എക്സാംസ് എല്ലാം അടുപ്പിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ കോമൺ ആൾക്കാർ ലിസ്റ്റിൽ വരാനും ഇതുപോലെ കൂടുതൽ നമ്പർ ഓഫ് അഡ്വൈസസ് പോകാനും ഇനിയും ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പഠിച്ചു തുടങ്ങുക. പിന്നെ സിവിലും മെക്കാനിക്കലും പഠിക്കേണ്ട ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ തനിച്ച് പഠിക്കുക എന്നുള്ളത്, വേറൊരു ബ്രാഞ്ച് നമ്മൾ അപ്രോച്ച് ചെയ്ത് തന്നെ വായിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇഫ് യു വോണ്ട് ടു ജോയിൻ വിത്ത് അസ് ആൻഡ് സ്റ്റഡി, നിങ്ങൾക്ക് നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുമാത്രമല്ല നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് താഴെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് അറിയാനായിട്ട് സാധിക്കും. ആൻഡ് ഓപ്പൺ കാറ്റഗറിയിൽ 733 അഡ്വൈസസ് നമുക്ക് പോയിട്ടുണ്ട്. 70 എന്ന് പറഞ്ഞാൽ 735 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലുള്ള നമ്മുടെ അഡ്വൈസസ് ആണ് ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2025 വരെ നമ്മുടെ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഉണ്ട്. ലിസ്റ്റ് തീരുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വേക്കൻസീസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതറിഞ്ഞ് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഓൾ.